അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ രണ്ടാം ഭാഗത്തിലെ 9ാമത്തെ പാഠം അൽ ഹംസത്തു ബഅദ സുക്കൂൻ. സുക്കൂനിന് ശേഷം ഹംസ വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സുക്കൂനിന് ശേഷം വരുന്ന ഹംസകൾ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക? ചില അക്ഷരങ്ങൾ അവിടെ നഷ്ടപ്പെടും, ചില അക്ഷരങ്ങൾക്ക് ശദ്ദ് വരും. അപ്പോൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പാഠം വായിച്ച് മനസ്സിലാക്കാം. സുക്കൂനുള്ള അക്ഷരങ്ങൾക്കു ശേഷമുള്ള ഹംസകളെ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. എങ്ങനെ? സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് ശേഷമുള്ള ഹംസകളെ, അപ്പോൾ സുക്കൂനിന് ശേഷം വരുന്ന ഹംസകൾ അതിന് ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. ഇല്ലെങ്കിൽ ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ശദ്ദ് വരികയും ചെയ്യും. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഹംസ നഷ്ടപ്പെടുകയും സുക്കൂനുള്ള അക്ഷരത്തിന് ശദ്ദ് വരികയും ചെയ്യും. ഹംസ അവിടെ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും, പിന്നെന്ത് സംഭവിക്കും? സുക്കൂനുള്ള അക്ഷരത്തിന് ശദ്ദ് വരികയും ചെയ്യും. അതെങ്ങനെയെന്നൊക്കെ നമുക്ക് ഉദാഹരണങ്ങളിൽ നോക്കാം. ഇത് വലിയ തെറ്റാണ്. അതിനാൽ സുക്കൂനുള്ള അക്ഷരങ്ങൾക്കു ശേഷം വരുന്ന എല്ലാ ഹംസകളെയും ശ്രദ്ധിച്ച് ഓതണം. വലിയ തെറ്റാണെന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരു അക്ഷരം തന്നെ അങ്ങോട്ട് പോവുകയാണ്. ഹംസ എന്ന് പറയുന്ന അക്ഷരം തന്നെ അങ്ങോട്ട് ഇല്ലാതാവുകയാണ്. അതുപോലെ അതിന് മുമ്പുള്ള ആ സുക്കൂനുള്ള അക്ഷരത്തിന് എന്ത് വരികയാണ്? ശദ്ദ് വരികയും ചെയ്യുകയാണ്. എങ്ങനെയാണത് നമുക്ക് നോക്കാം. താഴെയുള്ള ആയത്തുകളിൽ അടിവരയിട്ട ഭാഗങ്ങൾ ശ്രദ്ധിച്ച് ഓതുക. ഒന്നെന്താ? അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി. ഇവിടെ കണ്ട ഹംസൻ്റെ മുമ്പ് ലാമിന് എന്താണ്? സുക്കൂനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇലൽ ഇബ്ലി അങ്ങനെയാണ് ഓതേണ്ടത്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ ആയി പോകും? ഇലല്ലിബ് ലാമിന് സുക്കൂനാണ് ശരിക്കും അവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടെങ്കിൽ ലാമിന് എന്ത് ചെയ്യും? നമ്മൾ ശദ്ദ് കൊടുക്കും. ഇലല്ലിബിലി ഉണ്ടോ? ഹംസനോടെ പറഞ്ഞില്ല. ഇലൽ ഇ അങ്ങനെ പറയണം. ഇലൽ ഇബിലി എന്ന് പറയണം. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇലല്ലിബിലി എന്ന് പറഞ്ഞാണ്ട് ഓതിപ്പോകും. ലാമിന് ശദ്ദ് കൊടുക്കും, പിന്നെ നേരെ ഹംസ പോയിട്ട് ബാ നമ്മൾ പറയുക. അതാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. നമുക്ക് വഫിൽ ആഖിറത്തി ലാമിന് സുക്കൂനല്ലേ, അതിന് ശേഷമാണ് ഹംസ വന്നിട്ടുള്ളത്. ഇവിടെയാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. വഫിൽ ആഖിറത്തി കണ്ട, വഫിൽ ആഖിറത്തി എന്നുള്ളിടത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വഫിൽ ആഖിറത്തി സുക്കൂനുള്ള അക്ഷരത്തിന് എന്ത് വരും? ശദ്ദ് വരും. ഏതാണ് സുക്കൂനുള്ള അക്ഷരം? ഇവിടെ ലാമാണ്. അപ്പോൾ ലാമിന് എന്ത് വരും? ശദ്ദ് വരും. വഫിൽ ആഖിറത്തി ലാഖി കണ്ടാ, ആ ഹംസ അവിടെ നിന്ന് പോവുകയാണ്. വഫിൽ ആഖിറത്തി അങ്ങനെ തന്നെ ശ്രദ്ധിച്ചിട്ട് ഓതണം. അടുത്തത് വലൽ ആഖിറത്തു കണ്ട, ലാമിൻ്റെ സുക്കൂനാണ്. രണ്ടാമത്തെ ലാമിന് സുക്കൂനല്ല അവിടെ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ലാമിന് സുക്കൂനാണ് വന്നിട്ടുള്ളത്. ശേഷമുള്ളത് ഹംസയാണ്. അവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താ വരിക? വലല്ലാഖിറത്തി വലല്ല രണ്ടാമത്തെ ലാമ് സുക്കൂനാണ് അവിടെ ഉള്ളത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിന് ശദ്ദ് വരും. വലല്ലാഖിറത്തി ആ ലാമ് അതുപോലെ തന്നെ ഹംസ അവിടെ പോവുകയും ചെയ്യും. അപ്പോൾ വലല്ലാഖിറത്തി എന്ന് പറയും. ഇനി അടുത്ത് മിനൽ ഊല അവിടെ എന്താ? ഏതിനാണ് സുക്കൂനുള്ളത്? സുക്കൂന് ലാമിനാണ്. അതിന് ശേഷമാണ് ഹംസ വന്നിട്ട്. അപ്പോൾ എങ്ങനെ ഓതും? നമ്മൾ മിനൽ ഊല എന്ന് ഓതണം. അത് തെറ്റായിട്ട് നമ്മൾ ഓതുമ്പോൾ മിനല്ലൂല മനസ്സിലായോ? മിനല്ലു ലാമിന് ശദ്ദാണ്ട് കൊടുക്കും, ഹംസാണ്ട് പോകും. മിനല്ലൂല എന്നാവും. മിനൽ ഊല ശ്രദ്ധിച്ചിട്ട് ഓതണം. ഇനി അടുത്ത് വഹാദൽ ബലദിൽ അമീൻ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരിക? അവിടെ സുക്കൂനായ അക്ഷരേത വന്നത് ലാമിനാണ് സുക്കൂന് വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് ശേഷമാണ് അവിടെ ഹംസ വന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മിനൽ വഹാദൽ ബലദിൽ അമീൻ ലാമിന് ശദ്ദ് വരും. ബലദിൽ അമീൻ ഹംസ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഓതരുത്, ശ്രദ്ധിക്കണം. മീൻ വഹാദൽ ബലദിൽ അമീൻ അങ്ങനെ തന്നെ എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. ഇനി അടുത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ലിയബ്ലുവക്കും അയ്യുക്കും ഇവിടെ മീമിനാണ് സുക്കൂന് വന്നിട്ടുള്ളത്. ശേഷം ഹംസ വന്നു. അപ്പോൾ അവിടെ അങ്ങനെ വരിക? നമ്മൾ പറഞ്ഞത് സുക്കൂനുള്ള അക്ഷരത്തിന് ശദ്ദ് വരുന്നല്ല, ഹംസ പോകുന്നു. അപ്പോൾ എങ്ങനെ ഓതും? ലിയബ്ലുവക്കും മയ്യുക്കും മീമിന് ശദ്ദ് കൊടുക്കുന്ന ഹംസ പോകുന്നു. ലിയബ്ലുവക്കും മയ്യുക്കും. ഞാൻ അതിനുള്ള ശേഷമുള്ള നോക്കുക.
അയ്യുക്കും അഹ്സനു എന്നാണ്. അയ്യുക്കും അഹ്സനു അങ്ങനെ ഓതണം. അയ്യുക്കും അഹ്സനു. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ ആയി പോകും അത്? അയ്യുക്കും അഹ്സനു. സുക്കൂനുള്ള മീമിന് ശബ്ദ വരും, ശേഷമുള്ള ഹംസയും പോകും. അയ്യുക്കും അഹ്സനു. ആ രൂപത്തിൽ എന്ത് ചെയ്യും? അവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇനി തദ്രീബാത്തിൽ പറയുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓതി പഠിക്കാനാണ്. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. ഹുവൽ അബ്തർ ലാമിന് സുക്കൂന് ശേഷം ഹംസ. ഹുവൽ അബ്തർ അങ്ങനെ തന്നെ ഓതണം. അല്ലെങ്കിൽ എങ്ങനെ ഓതുക? തെറ്റായിട്ട് എങ്ങനെ സംഭവിക്കുക? ഹുവൽ അബ്തർ. ഹുവൽ അബ്തർ ലാമിന് ശബ്ദ കൊടുത്ത് നേരെ ബാ ഉച്ചരിക്കും. ഇനി അടുത്തത് ഉദാഹരണം. മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. ഇൻ അൻതും ഇല്ല. ഇൻ അൻതും ഇല്ല അങ്ങനെ ഓതണം. മീമിനും ഉച്ചരിക്കണം, അതേപോലെ എന്തും വരണം? ഹംസയും വരണം. നേരെ മറിച്ച് അവിടെ തെറ്റാനുള്ള സാധ്യത എങ്ങനെയാണ്? ഇൻ അൻതുമില്ല. ഇൻ അൻതുമില്ല. മീമിന് ശബ്ദ കൊടുക്കുന്നു, ലാമിന് ഉച്ചരിക്കുന്നു, ഹംസ അവിടെ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഓരോ ഉദാഹരണങ്ങളിലും ആ രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. ഓരോ ഉദാഹരണം. വൽ അബ്സാർ. വല്ലബ്സാർ തെറ്റായിട്ട് ഓതും. എങ്ങനെ ഓതും? വല്ലബ്സാർ ലാമിന് ശബ്ദ ഹംസ പോവുകയും ചെയ്യുന്നു. വൽ അഫ് ഇദ. വൽ അഫ് ഇദ തെറ്റായിട്ട് എങ്ങനെ ഓതുക? വല്ലഫ് ഇദ. വല്ലഫ് ഇദ ലാം സുക്കൂനുള്ള ലാമിന് ശബ്ദ വരുന്നു, ശേഷം ഹംസ കാണുന്നില്ല, നേരെ ഫാ പറയുന്നു. വല്ലഫ് ഇദ. അങ്ങനെ ഓരോ ഉദാഹരണങ്ങളും കൃത്യമായിട്ട് ഓതി പഠിക്കുക. ഇനി തഖ്സീസിൽ പറയുന്നത് നഖ്റ സൂറത്തുൽ ഇൻസാൻ വ നക്തശിഫ് മിൻഹാ മവാദിഅൽ ഹംസത്തി ബഅദ സുക്കൂൻ. സുക്കൂനിന് ശേഷം ഹംസകൾ വന്നതിന് ശ്രദ്ധിച്ചോദണം. ഏത് സൂറത്തിൽ നിന്ന്? സൂറത്തുൽ ഇൻസാനിൽ നിന്ന് സുക്കൂനിന് ശേഷം വന്ന ഹംസകളെ ശ്രദ്ധിച്ചോദാനാണ്. രണ്ടാമത്തെ നഹ്ഫദ് സൂറത്തുൽ ളുഹാ വന്നിയ്യത ലിസൗമി റമളാൻ. സൂറത്തുൽ ളുഹാ ഹിഫ്ലാക്കാനും അതുപോലെ വല്ലുഹാ വല്ലൈലി ഇദാ സജ എന്നുള്ള സൂറത്ത് ഹിഫ്ലാക്കാനും അതുപോലെ തന്നെ നോമ്പിൻ്റെ നീയത്ത് മനഃപ്പാടമാക്കാനുമാണ് ഹിഫ്ളിൽ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതോടെ തദ്രീബാത്തും കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.